മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ എ ക്രൈസിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ് എന്ന് പറയുമ്പോൾ ഇവിടെയും ഈ പ്രതീതി നിർമ്മാണമൊക്കെ നടത്തിയതിന് ശേഷം ധവളപത്രം പിന്നെന്താ ചെയ്യുന്നത്? ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നു. ഇനി എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്: 1, സ്വകാര്യവൽക്കരണം; 2, ഉൽപാദന അധിഷ്ഠിത സബ്സിഡികളിൽ നിന്ന് ഉപഭോഗ അധിഷ്ഠിത സബ്സിഡികളിലേക്ക് മാറണം. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സബ്സിഡികളിൽ നിന്ന് കൺസംഷൻ ലിങ്ക്ഡ് സബ്സിഡികളിലേക്ക് മാറണം. പിന്നെന്താ പറയുന്നത്? അസറ്റ് മോണിറ്റൈസേഷൻ ഉണ്ടാവണം. പിന്നെന്താ പറയുന്നത്? മുനിസിപ്പൽ ബോണ്ടുകൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറേ സാധ്യതകളാണ് ധവളപത്രം അതിനുശേഷം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇവിടെ അല്പം കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ സ്വകാര്യവൽക്കരണത്തിന് ഒരു പുതിയ ചരിത്രമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഈ സ്വകാര്യവൽക്കരണത്തിന് ലോകത്തെമ്പാടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വലിയ ചരിത്രമുണ്ടല്ലോ. ഈ ചരിത്രം എന്താണ്? ലോകത്തെമ്പാടും ഇവർ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ പരിഷ്കാരങ്ങൾ മാത്രമല്ല, പൊതുമേഖലാ യൂട്ടിലിറ്റികൾ, KSEB, വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ KSRTC, ഇവയുടെയൊക്കെ ഒരു പരിഷ്കാരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ സ്വകാര്യവൽക്കരണം നടത്തുമ്പോൾ ഈ യൂട്ടിലിറ്റികളുടെ വെള്ളം, വൈദ്യുതി തുടങ്ങിയവയുടെ സ്വകാര്യവൽക്കരണം എടുത്തു നോക്കൂ. ലോകത്തെമ്പാടുമുള്ള എല്ലാ സ്വകാര്യവൽക്കരണ ചരിത്രങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള പരാജയങ്ങളാണ് ഈ യൂട്ടിലിറ്റികളിൽ നടന്നിട്ടുള്ള സ്വകാര്യവൽക്കരണങ്ങൾ. ഞാൻ സാധാരണ കമ്പനികളുടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ലാറ്റിൻ അമേരിക്കയിലെ ബൊളീവിയയിലെ കൊച്ചബാമ്പയിൽ തുടങ്ങിയതാണ് വെള്ളത്തിൻ്റെ സ്വകാര്യവൽക്കരണം. അവിടെ എല്ലാവർക്കും കുറഞ്ഞ പൈസയ്ക്ക് വെള്ളം കിട്ടും, വെള്ളത്തിൻ്റെ ഉപഭോഗം എല്ലാവർക്കും വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കൊച്ചബാമ്പയിൽ വെള്ളത്തിൻ്റെ സ്വകാര്യവൽക്കരണം നടന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ഒരാൾക്കും വെള്ളം കിട്ടാണ്ടായി. വെള്ളത്തിൻ്റെ കരം ഇരട്ടിയിൽ കൂടുതലായി വർദ്ധിച്ചു. അവസാനം ആ വെള്ളത്തിൻ്റെ വിതരണത്തെ ഒന്നുകൂടി നാഷണലൈസ് ചെയ്യേണ്ട ഒരു സ്ഥിതി അവിടെ ബൊളീവിയയിലുണ്ടായി. ഇതുപോലെ തന്നെ കാലിഫോർണിയയിൽ നടന്നിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ പ്രൈവറ്റൈസേഷൻ എടുത്തു നോക്കാം. അതേ ഫലം തന്നെയാണ് അവിടെയും ഉണ്ടായത്. ഇതെല്ലാം ലോകബാങ്കിൻ്റെയും IMFൻ്റെയും താല്പര്യങ്ങൾക്ക് വഴങ്ങി നടത്തിയിട്ടുള്ള സ്വകാര്യവൽക്കരണ ശ്രമങ്ങളാണ്. എല്ലായിടത്തും പരാജയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ബ്രിട്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റെയിൽവേയുടെ സ്വകാര്യവൽക്കരണം, 90കളിൽ നടത്തിയിട്ടുള്ള ബ്രിട്ടീഷ് റെയിൽവേയുടെ, ഇന്ന് ബ്രിട്ടീഷ് ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ബ്രിട്ടീഷ് റെയിലിനെ മടക്കി പൊതുമേഖലയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം അവിടെ എല്ലാ ആഴ്ചയും ഒരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. കാരണം മെയിൻ്റനൻസ് നടക്കുന്നില്ല, നിക്ഷേപങ്ങൾ നടക്കുന്നില്ല, സ്റ്റാഫിനെ പുതിയതായിട്ട് നിയമിക്കുന്നില്ല. ഇത് കാരണം പുതിയ ടെക്നോളജിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. അത് കാരണം റെയിൽ സിസ്റ്റം പരിപൂർണമായിട്ട് പരാജയപ്പെടുന്നതിൻ്റെ വക്കിലെത്തിയപ്പോൾ ഇപ്പോൾ അവിടുത്തെ ആവശ്യം, അവിടെ തൊഴിലാളികൾ തന്നെ വലിയ സമരത്തിലാണ്, ഈ നാഷണലൈസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതുപോലെ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്വകാര്യവൽക്കരണം ലോകമെമ്പാടും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ 90കൾ മുതലാണല്ലോ ഈ സ്വകാര്യവൽക്കരണം ആരംഭിക്കുന്നത്. ഇവിടെ ഒറീസയിലെ, സുരേഷ് അതിനെക്കുറിച്ച് കൂടുതൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുക, ഒറീസയിൽ നടന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അൺബണ്ടിലിംഗ് ആണ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും ആദ്യത്തെ മാറ്റങ്ങളിലൊന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടും, എല്ലാവരുടെ വൈദ്യുതിയുടെ ട്രാൻസ്മിഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും കാര്യക്ഷമത വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒറീസയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഒറീസയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആ സ്വകാര്യവൽക്കരണം പഴച്ചുപോയി. വൈദ്യുതി ചാർജുകൾ ഇരട്ടിയിൽ കൂടുതലായി, ബ്ലാക്ക് ഔട്ടുകൾ സാധാരണമായി, പവർ കട്ടുകൾ സാധാരണമായി. അതിൻ്റെ ഭാഗമായിട്ട് ഒറീസയിൽ നടന്ന ആ വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം 90കളുടെ മധ്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അത് പിൻവലിക്കപ്പെട്ടു. ആ സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയിലെ ധബോളിൽ എൻട്രോണിനെ കൊണ്ടുവന്ന് വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെ പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നത്. ആ എൻട്രോണിനോട് പറഞ്ഞു, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 12 രൂപയ്ക്ക്, യൂണിറ്റിന് 12 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. അത് എത്ര കാലത്തേക്ക് വാങ്ങിക്കൊള്ളാം? അടുത്ത 25 കൊല്ലത്തേക്ക് വാങ്ങിക്കൊള്ളാം എന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. അത് പരാജയമായി. എൻട്രോൺ കമ്പനി തന്നെ ഇന്നില്ല, അത് തകർന്നു പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറാൻ ഇന്നും മഹാരാഷ്ട്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 90കളുടെ അവസാനം തകർന്ന കമ്പനിയാണ്. പക്ഷേ ഇന്നും ആ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത, വാങ്ങാത്ത ആ വൈദ്യുതിക്ക്
ഒരു യൂണിറ്റിന് 12 രൂപ എന്ന അടിസ്ഥാനത്തിൽ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. വെള്ളരിക്കപ്പെട്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നാം കേട്ടോ, വാസ്തവമാണ്. കാരണം ആ കരാർ പിൻവലിക്കാൻ പറ്റില്ല. കരാറിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലും ഇല്ലെങ്കിലും ഇത്ര യൂണിറ്റ് വൈദ്യുതി ഞങ്ങൾ നിർബന്ധമായി വാങ്ങിക്കൊള്ളാം, അതിന് 12 രൂപ വെച്ച് തന്നുകൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിലും ആ പണം കൊടുത്തുകൊണ്ടിരിക്കണം, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് മഹാരാഷ്ട്രയിലെ വിചിത്രമായ മറ്റൊരു സ്ഥിതി. നാഗ്പൂരിലെ വാട്ടർ പ്രൈവറ്റൈസേഷൻ, ഡൽഹിയിലെ എനർജി പ്രൈവറ്റൈസേഷൻ, ഇതെല്ലാം ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പരിപൂർണ പരാജയമാണ് എല്ലായിടത്തെയും സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നടന്നിട്ടുള്ള ശ്രമങ്ങൾ. എന്തൊക്കെ വാഗ്ദാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒരു തരത്തിലും മീറ്റ് ചെയ്യാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ KSRTCയുടെ കാര്യം പോലെ ഞാൻ താമസിക്കുന്ന ബോംബെയിലെ ബെസ്റ്റ് BEST എന്ന് പറയുന്ന അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം പരിപൂർണമായിട്ട് അതിനെ പരാജയപ്പെടുത്തിയത് പൊതുമേഖലയിലെ അവരുടെ നയങ്ങളാണ്. ബെസ്റ്റിനെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നൊരു സംഗതി, ഈ പബ്ലിക് സെക്ടർ പൊതുമേഖല എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയേക്കാൾ കാര്യക്ഷമത കുറഞ്ഞ ഒന്നാണ് എന്ന ഒരു പ്രതീതി നിർമ്മാണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സ്വകാര്യ മേഖലയാണ് കാര്യക്ഷമത കൂടുതൽ, പൊതുമേഖലയ്ക്ക് കാര്യക്ഷമതയില്ല. ഇത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ 10 മിനിറ്റ് ഉണ്ട്, കണക്ക് വിടുന്നുണ്ട്. ധവളപത്രം പോലെയല്ല, ഇവിടെ കണക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഇവിടെ കാണുന്നത് ഈ പൊതുമേഖല എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയെ അപേക്ഷിച്ച് കാര്യക്ഷമത കുറഞ്ഞതാണ് എന്ന ഒരു വാദമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയണത്, ഇത് ലോകമെമ്പാടും ഇന്ന് സാമൂഹ്യശാസ്ത്ര മേഖലയിൽ, ടെക്നോളജി മേഖലയിലെ പഠനങ്ങൾ അടിവരയിട്ട് കാണിക്കുന്ന 1-2 സംഗതികളുണ്ട്. ലോകം മുഴുവൻ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, ഈ ഇൻ്റർനെറ്റ് ആരുണ്ടാക്കിയത്? സ്വകാര്യ മേഖലയാണോ അതോ പൊതുമേഖലയാണോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യ ഉത്തരം പൊതുമേഖല എന്നുള്ളതാണ്. അമേരിക്കൻ സർക്കാരിൻ്റെ ഡിഫൻസ് മേഖലയിലെ പൊതു നിക്ഷേപത്തെ അടിസ്ഥാനമാക്കിയാണ് ഇൻ്റർനെറ്റ് നിലവിൽ വന്നിട്ടുള്ളത്. അവരുടെ ദർപ്പ എന്ന് പറയുന്ന അവരുടെ പൊതുമേഖലയിലെ ഏജൻസിയുണ്ട്, ഡിഫൻസ് റിസർച്ച് ഏജൻസിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനെറ്റ് വന്നത്. GPS ആരാണ് ഉണ്ടാക്കിയത്? GPS അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് GPS ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ GPS ആണ് എല്ലായിടത്തും ഊബർ, ഓല, ഏത് e-commerce, ആമസോൺ, ഏതെടുത്ത് നോക്കിയാലും ഇന്ന് GPS ഇല്ലാതെ കാര്യം നടക്കില്ല. പക്ഷെ അതുണ്ടാക്കിയത് സർക്കാരുകളാണ്. ഇനി ആപ്പിൾ ഫോണുള്ളവർക്ക് അറിയാം, നമ്മൾ സിരി ഈ പാട്ട് വയ്ക്കൂ, അപ്പോൾ പാട്ട് വയ്ക്കും, ആ സാധനമുണ്ടല്ലോ, ആ സിരി അതാരുണ്ടാക്കിയതാ? സർക്കാരാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഈ ടച്ച് സ്ക്രീൻ, വിരൽ വെക്കുമ്പോൾ അനക്കുന്ന സാധനം ഉണ്ടല്ലോ, ടച്ച് സ്ക്രീൻ, ഇതാരുണ്ടാക്കിയതാ? അമേരിക്കൻ സർക്കാർ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഇന്ന് ലോകത്തിലെ ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത് ഈ സ്മാർട്ട് ഫോൺ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിലെ സ്മാർട്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരാണ്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് സ്വകാര്യ മേഖലയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ്, GPS, ടച്ച് സ്ക്രീന്, സിരി, ഇങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും പറയുന്നു ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥ, GPay, Paytm, ഇതൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്താ? UPI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന NPCI ഉണ്ടാക്കിയിട്ടുള്ള UPI കാരണമാണ് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതാരാണ് ഉണ്ടാക്കിയത്? RBI എന്താ? പൊതുമേഖല. ഇവിടെ എന്താ സ്വകാര്യ മേഖല ഉണ്ടാക്കിയിട്ടുള്ളത്? സ്വകാര്യ മേഖല എന്ത് തരത്തിലുള്ള ഇന്നോവേഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ നടത്താൻ മിടുക്കന്മാരാ. GPS കൈ കിട്ടിയാൽ അതിനെടുത്ത് ഉപയോഗിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഈ സ്വകാര്യ മേഖല മിടുക്കന്മാരാ, അത് സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ ആ ഇന്നോവേഷൻ നടത്തിയിട്ടുള്ളത് എല്ലായിടത്തും പൊതുമേഖലയാണ്. ഇത് ലോകമെമ്പാടും ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ പൊതുമേഖലയുടെ ഈ പ്രധാനപ്പെട്ട ഒരു ബലം. ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ പൊതുമേഖലയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ പൊതുമേഖല വിൽക്കുന്നതിന് ഇന്ത്യയിൽ
ഒരു തത്വമുണ്ട്. 3 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസാണ് അതിൽ ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്റ്റാർവ്, ഡെമോണൈസ് ആൻഡ് സെൽ. ആദ്യം പട്ടിണിക്കിടുക, 2 ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുക, പിന്നെ 3 അതിൻ്റെ മറവിൽ അതിനെ വിൽക്കുക. ഈ 3 പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണം. ഇത് BSNL ഒരു ഉദാഹരണമായിട്ട് എടുത്ത് പറയാം. BSNLന് സ്പെക്ട്രം കൊടുക്കില്ല, മറ്റെല്ലാവർക്കും 4G കൊടുത്തു, അവർക്ക് 4G കൊടുത്തില്ല. മറ്റെല്ലാവർക്കും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് പെർമിഷൻ കൊടുത്തു, ഇവർക്ക് പെർമിഷൻ കൊടുത്തില്ല. ഇവരുടെ ഒരാളെ പോലും നിയമിക്കാൻ കഴിയില്ല എന്ന് BSNLനും MTNLനും സ്ഥിതി ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 10 വർഷം മുമ്പ് കേരളത്തിൽ വരുമ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന BSNL കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് BSNL ഒരിടത്ത് പോയാൽ പിന്നാണ് ജനങ്ങൾ BSNLനെ വെറുക്കുന്ന ഒരു സ്ഥിതിയായി. അവരെല്ലാവരും ജിയോ, എയർടെൽ, വോഡഫോൺ അതിലേക്ക് മാറി. പക്ഷെ അവർക്ക് വളരെ പ്രിഫറൻഷ്യലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് സർക്കാർ കൊടുത്തിരുന്നു എന്നുള്ളത് ആരും കാണത്തില്ല. ഞെരുക്കി അതിനെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ച് പിന്നെ അതിനെ വിൽക്കാനായിട്ടുള്ള സംഗതി ചെയ്തു. അതുതന്നെയാണ് എയർ ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് വിവിധ ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലായിടത്തും കൃത്യമായി നടപ്പിലാക്കുന്നത് പോലെ ഇവിടെയുമുണ്ടാവും. ഈ പൊതുമേഖല മുഴുവൻ നഷ്ടത്തിലാണ്. ഈ നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവയെ ഇനി സർക്കാരിന് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് കള്ളക്കണക്കുണ്ടാക്കണമെങ്കിൽ കള്ളക്കണക്കുണ്ടാക്കാം. 70,000 കോടി രൂപയുടെ സഞ്ചിത കടമുണ്ട് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി അങ്ങനെ വരുത്തി തീർക്കാം. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാം. ഇവ ഇനി വിൽക്കാതെ രക്ഷയില്ല എന്നൊരു പ്രതീതി സൃഷ്ടിച്ച് അങ്ങനെ അവർ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ സ്വകാര്യവൽക്കരണം ഇവിടെ നടപ്പിലാക്കുക. ഇതാണ് ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുള്ള ഒരു രീതി. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി അവസാനത്തെ കാര്യം, ഉൽപാദന അധിഷ്ഠിത സബ്സിഡികളിൽ നിന്ന് ഉപഭോഗ അധിഷ്ഠിത സബ്സിഡികളിലേക്ക് മാറുന്നു. അതിനർത്ഥം എന്താ? ഈ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതാണ്, പലർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സബ്സിഡി ഒന്നും അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾക്കും ഇനി സബ്സിഡി കൊടുക്കില്ല. KSEBക്ക് ഇനി ഗ്രാൻഡ് കിട്ടില്ല, വാട്ടർ അതോറിറ്റിക്ക് ഇനി ഗ്രാൻഡ് കിട്ടില്ല, അല്ലെങ്കിൽ KSRTCക്ക് ഇനി ഗ്രാൻഡ് കിട്ടില്ല. അവരൊക്കെ അവരുടെ യൂസർ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ടിക്കറ്റ് നിരക്കുകളും വെള്ളക്കരകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സ്വയം അവർ നേടിയെടുത്തുകൊള്ളണം. ഒരു സ്വകാര്യ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ അവരും പ്രവർത്തിച്ചു കൊള്ളണം. ഒരു സിമെൻറ്റ് ഫാക്ടറിയും KSRTCയും അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് ഫാക്ടറിയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ജനങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം ഇട്ട് കൊടുത്തുകൊള്ളാം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കുറച്ച് പണം ഞങ്ങൾ ഇട്ട് കൊടുത്തുകൊള്ളാം. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ആ ധവളപത്രം പറയുന്ന ഒരു പരിഹാര മാർഗം. അപ്പോൾ എല്ലായിടത്തും വെള്ളക്കരങ്ങൾ വർദ്ധിക്കുന്നു, വൈദ്യുതി ചാർജ് വർദ്ധിക്കുന്നു, KSRTCയുടെ നിരക്കുകൾ വർദ്ധിക്കുന്നു ഒക്കെ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള BPL ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ കുറച്ച് പണം ബാങ്കിലിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറേ പണം നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും. ഈ അടിസ്ഥാന നിയോലിബറൽ തത്വമാണ് എല്ലായിടത്തും. ഇപ്പോൾ മണ്ണെണ്ണ 15 രൂപയ്ക്ക് കിട്ടും. കണക്ക് പറയാം, 15 രൂപയ്ക്ക് മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുക. മണ്ണെണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ളത് 30 രൂപയാവും. അപ്പോൾ ജനങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ 30 രൂപയ്ക്ക് മാർക്കറ്റിൽ പോയി മേടിച്ചോളൂ, ബാക്കി വരുന്ന 15 രൂപ ഞങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം എന്ന് പറയും. പക്ഷേ മാർക്കറ്റിൽ വില കൂടുന്നു. 30 രൂപ എന്നുള്ളത് മാർക്കറ്റിൽ 40 രൂപയാവുന്നു. പക്ഷേ സർക്കാർ കൊടുക്കുന്ന പണം 15 തന്നെയായിട്ട് നിൽക്കും. ബാക്കി വരുന്ന 10 രൂപ ജനങ്ങൾ തന്നെ വഹിക്കണം. ഇതാണ് ഇന്ത്യയിലുടനീളം ഡയറക്റ്റ് ബെനിഫിറ്റ് പ്രോഗ്രാംസിൻ്റെ നിർവഹണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പൊതുരീതി. ഇത് തന്നെയാണ് ധവളപത്രം ഇവിടെയും പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നോം ചോംസ്കിയുടെ പ്രശസ്തമായിട്ടുള്ളൊരു വാചകം നമുക്ക് ഓർക്കാം, മാനുഫാക്ചറിങ് കൺസെൻറ്റ്. ഒരു സമ്മതിയുടെ കൃത്രിമമായ ഉൽപ്പാദനം എന്നൊരു സംഗതിയാണ് നോം ചോംസ്കി അദ്ദേഹത്തിന് മീഡിയയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വിപണി അധിഷ്ഠിതമായ ഒരു നവലിബറൽ നയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു നയപരിപാടിക്ക് വേണ്ടിയുള്ള സമ്മതിയുടെ കൃത്രിമമായ ഉൽപ്പാദനമാണ് ഈ ധവളപത്രം ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയം. അത് ഇതിന് പൊളിറ്റിക്കൽ അല്ലെന്നോ അല്ലെങ്കിൽ ഇത് വസ്തുനിഷ്ഠമായി ന്യൂട്രലായി തയ്യാറാക്കപ്പെട്ടതാണെന്നോ ഒക്കെ മുഖ്യമന്ത്രിക്ക് പറയാമെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്
വളരെ കൃത്യമായിട്ട് തന്നെ ഈ രാഷ്ട്രീയം അതിൽ കാണുന്നുണ്ട്. അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ്. അത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ട, ലോകത്തെമ്പാടും പരാജയപ്പെട്ട നവലിബറൽ തത്വങ്ങളെ ഇവിടെയും പരീക്ഷിക്കാനുള്ള ഒരു 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 കൂട്ടം നിർദ്ദേശങ്ങളാണ് ഈ ധവളപത്രത്തിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയവും. അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു ഐസക് സഖാവ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ സമരങ്ങളുടെ കാലമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങളുടെ മേൽ കൂടുതൽ ദുരിതങ്ങൾ കയറ്റിവെക്കുന്ന, ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്ന ഈ നയങ്ങൾ ഈ പ്രതിസന്ധി ഉണ്ട് എന്ന പ്രതീതിയുടെ മറവിൽ ഇവിടെ നടപ്പിലാക്കുക എന്ന ഒരു ശ്രമമാണ് ഈ ധവളപത്രം അടിസ്ഥാനപരമായി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവയെ ചെറുക്കേണ്ടതിൻ്റെ ഒരു രാഷ്ട്രീയ ആവശ്യകതയും നമ്മുടെ മുമ്പിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇത് ആണ് എനിക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ധവളപത്രത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.